സത്യങ്ങൾ തേടുന്ന ഏതോ തെയ്യം. പ്രധാന തെയ്യം കുടുംബത്തിൻ്റെ പരദേവതയാണെന്ന് രവി പറഞ്ഞിരുന്നു. ഇന്നലെ വലിയ മരക്കാലുള്ള ഈസി ചെയറിൽ കണ്ണടച്ച് കിടക്കുമ്പോഴാണ് ആ മലയൻ വന്നു നിന്ന് തൊഴുതത്. സാന്നിധ്യമറിയിക്കാൻ ചുമച്ചു. ഗിരിജ അപ്പോഴത്തെ ചെറിയച്ഛൻ്റെ ഭാവമോർത്തു. ആ മലയ യുവാവിൻ്റെയും. അയാൾ ഗ്രാജുവേറ്റ് ആണെന്ന് രവി പറയുകയുണ്ടായി. ഇന്ന് അയാളാണ് തെയ്യം കെട്ടുക. ഇന്ന് അയാളെ ചെറിയച്ഛൻ തൊഴുതു കുമ്പിടും. മഷി എഴുതി കറുപ്പിച്ച കണ്ണുകൾ, രൂക്ഷമായ ലഹരിയുള്ള വാറ്റുചാരായത്തിനാൽ ചുവപ്പു തെറിക്കുന്ന കണ്ണുകൾ. നീതിപീഠത്തിൽ നിന്നെന്ന പോലെ തുടരെ തുടരെ ചോദ്യങ്ങൾ വരും. ചെറിയച്ഛൻ ഉത്തരം പറയണം. പ്രതാപിയായ ചെറിയച്ഛൻ. അച്ഛനായിരുന്നെങ്കിലോ? അച്ഛനും ചെറിയച്ഛനും തമ്മിൽ എനിക്കെന്ത് വ്യത്യാസം? ഗിരിജ ഓർത്തു. അച്ഛൻ ചെയ്യാത്തത് ചെറിയച്ഛൻ ചെയ്തു. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ചേർത്തു നിർത്തി തലോടിക്കൊണ്ട് ചോദിച്ചു, കുട്ടിക്ക് അച്ഛൻ്റെ വീട് ഇഷ്ടായോ? സീലിംഗ് ഫാനിൻ്റെ കറക്കത്തിൻ്റെ താളത്തിൽ ഗിരിജ ഓർമ്മ വന്ന ഗാനശകലം മൂളി. കാറ്റു വിതറിയ കുളിരിൽ അവൾ സാരിത്തലപ്പ് കഴുത്തുവരെ വലിച്ചിട്ടു. ചേച്ചി. രവിയാണ്. ചേച്ചി വരൂ. തെയ്യം കുടുംബ പരദേവതയാണ്. വേഗം വരൂ. രവി അവളുടെ കൈപിടിച്ചു. തീരെ കളങ്കമില്ലാത്ത ഒരാഗ്രഹം ഗിരിജയിൽ മുട്ടിട്ടു. ഒരു കൂട്ടുകാരിയിലേക്കെന്ന പോലെ രവിയിലേക്ക് ഒന്ന് ചാഞ്ഞു നിൽക്കണം. അച്ഛൻ്റെ വീട്ടിലെ സ്നേഹത്തിൽ ഗിരിജയുടെ നിസ്സംഗത അലിഞ്ഞുപോയിരുന്നു. സർവത്ര വെളിച്ചം, ഇരമ്പുന്ന ജനക്കൂട്ടം, തിമിർത്താടുന്ന ധർമ്മദൈവം. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഒരുക്കിയ പന്തലിലേക്ക് കയറുമ്പോൾ ഗിരിജയ്ക്ക് തൻ്റെ ശക്തി ചോർന്നുപോയതായി അനുഭവപ്പെട്ടു. ഞാൻ എത്ര തളർന്നുപോയിരിക്കുന്നു. കസേലയിൽ ഇരുന്ന അച്ചമ്മയുടെ കൈക്കുള്ളിൽ ഗിരിജ ചേർന്നു നിന്നു. മോൾക്കറിയാമോ, ഇതാണ് ധർമ്മദൈവം. എന്താണ് ധർമ്മദൈവമെന്നാലെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അലറിക്കൊണ്ടിരുന്ന തെയ്യം അപ്പോൾ എന്തോ വിളിച്ചു പറഞ്ഞു. താഴെ ചെറിയ ഇരമ്പൽ. അത് പടർന്നു ഭയങ്കരമായ ബഹളമായി. വാൾ കിലുക്കി കണ്ണുകൾ ചുഴറ്റിയെറിഞ്ഞു തെയ്യം തൻ്റെ വാക്കിനു വേണ്ടി കാത്തിരുന്നു. അച്ചമ്മയുടെ മടിയിലേക്ക് തല ചായ്ച്ചിരുന്ന ഗിരിജയെ പെട്ടെന്ന് ഓടിവന്ന് രവി വിളിച്ചു. അച്ഛൻ വിളിക്കുന്നു ചേച്ചി. ഗിരിജ പന്തലിലേക്കിറങ്ങി. ഏതോ അജ്ഞാതമായ ഒഴുക്കിലൂടെ അവൾ രവിയോടൊപ്പം ധർമ്മദൈവത്തിൻ്റെ മുമ്പിലെത്തി. വലിയ പന്തലിൽ ഇരമ്പുന്ന ആൾക്കൂട്ടത്തിനിടയിൽ തെയ്യത്തിൻ്റെ മുമ്പിൽ ചെന്നവൾ നിന്നു. ചുഴറ്റിയെറിയുന്ന ഉറുമിത്തലയുടെ മിന്നൽ പോലെ ധർമ്മദൈവത്തിൻ്റെ രൗദ്രവും പിന്നെ ഭീവത്സവുമായ കണ്ണുകൾ ഗിരിജയെ തപ്പിയെടുത്തു. ഒടുവിൽ സൗമ്യത കൈവന്ന ധർമ്മദൈവം എന്തോ വിളിച്ചപ്പോൾ ഗിരിജ ആദ്യമായി ഓർത്തു, ഞാനൊരു അന്തർജനമാണ്. പിമ്പെ ഒന്നും മനസ്സിലാവാത്ത എന്തൊക്കെയോ ശബ്ദങ്ങൾ. ഗിരിജ അമ്പരന്നു നിന്നു. ധർമ്മദൈവം ഭദ്രകാളിയെപ്പോലെ ഉറഞ്ഞു തുള്ളി. ചെറിയച്ഛൻ്റെ മുഖത്തേക്ക് 1000 കുന്തങ്ങൾ എറിഞ്ഞു. തെയ്യം കെട്ടിയ മനുഷ്യൻ അലൗകികമായ ഒരു പരിവേഷത്തിലായിരുന്നു. നിരന്തരമായ സാധനയിലൂടെ സങ്കല്പവുമായി താതാത്മ്യം പ്രാപിച്ച് സത്യത്തിൽ അയാളൊരു ധർമ്മദൈവമായി മാറിയിരുന്നു. പ്രകാശമുള്ള ഒരു ചുവപ്പ് പാട നോക്കി നിൽക്കെ ഗിരിജയുടെ കണ്ണുകളെ മൂടി. പ്രജ്ഞ ഒരു ചങ്ങല പോലെ വലിഞ്ഞു. കാലം ഗിരിജയ്ക്ക് ചുറ്റും ഒഴുക്കു നിർത്തി. ചെറിയച്ഛൻ എന്തൊക്കെ ചോദ്യങ്ങളെ നേരിട്ടുവെന്ന് ഗിരിജ അറിഞ്ഞില്ല. ഒരുപാട് നേരത്തിന് ശേഷം പ്രജ്ഞ തിരിച്ചു കിട്ടിയപ്പോൾ ഗിരിജ ആകെ വിയർത്തിരുന്നു. ഒടുവിൽ വാൾത്തല ചെറിയച്ഛൻ്റെ നേരെ തൊടുത്ത് ധർമ്മദൈവം ചോദിച്ചു, ഇപ്പോൾ തെറ്റു മനസ്സിലായോ? മനസ്സിലായി. പ്രായശ്ചിത്തം ചെയ്യണമെന്നില്ലേ? പശ്ചാത്താപം പ്രായശ്ചിത്തമല്ലേ? ചാഞ്ചല്യമില്ലാതെ പക്ഷേ സൗമ്യമായ വിഷാദത്തോടെ ചെറിയച്ഛൻ വാളിൻ്റെ മുനയ്ക്കുനേരെ കണ്ണുകളടച്ചു. മനസ്സിലാവാത്ത എന്നാൽ തന്നോടെന്ന് തോന്നിയ ചോദ്യത്തിനു മുമ്പിൽ അമ്പരന്നു നിന്നപ്പോൾ രവി പറഞ്ഞു, ചേച്ചിയോടാണ്. സംതൃപ്തയാണെന്ന് പറയൂ. പോകാൻ അനുമതി കിട്ടിയപ്പോൾ ഗിരിജ രവിയോടൊപ്പം ആൾക്കൂട്ടത്തിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചു. രവിയെ വിളിച്ച് ചെറിയച്ഛൻ പറഞ്ഞു, രവി, നിന്റെ അമ്മയോട് അമ്മയെ സമാധാനിപ്പിക്കാൻ പറയൂ. ഗിരിജ മുകളിൽ പന്തലിലേക്ക് നോക്കി. അച്ചമ്മ കസേരക്കൈയിൽ തല താങ്ങി കുനിഞ്ഞിരിക്കുകയായിരുന്നു. ചുറ്റും
ചേച്ചിമാരുണ്ട്. വാരിയെടുത്ത ഭസ്മത്തിൽ ഒരു കല്ലുപോലെ ഗിരിജയിൽ എന്തോ ഉടക്കി നിന്നു. എന്താണ്, എവിടെയാണ് കല്ല്? സ്വസ്ഥമായ മനസ്സിൽ വീണ കല്ല് മറക്കാൻ ശ്രമിച്ചു ഗിരിജ. അവൾ രവിയോട് ചോദിച്ചു, ആരാ രവി, ധർമ്മദൈവം കെട്ടിയാടിയ ആ യുവാവ്? ഞാൻ പറഞ്ഞില്ലേ, അയാൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. ഇപ്പോഴയാൾ തെയ്യത്തെക്കുറിച്ച് റിസർച്ച് നടത്തുകയാണ്. ആ മനുഷ്യനോ? അതെ, പക്ഷേ അത് വരാനിരിക്കുന്ന ഒരു ദുരന്ത കഥയുടെ തുടക്കമാണ്. ഏത്? ആ ചോദ്യം അവഗണിച്ച് രവി ചോദിച്ചു, ചേച്ചിക്കാ മനുഷ്യനെ കാണണോ? കാണാമോ? കാണാം. ധർമ്മദൈവത്തിൻ്റെ തെയ്യം അവസാനിക്കാറായിരുന്നു. അണിയറയിൽ മറ്റൊരു ദൈവം ഒരുങ്ങുന്നു. തോട്ടത്തിൽ തെയ്യം കഴിഞ്ഞാലുള്ള സദ്യക്ക് കാത്തിരിക്കുന്ന പാവങ്ങൾ. ഉറക്കം തൂങ്ങുന്ന കുഞ്ഞുങ്ങളെ അമ്മമാർ തട്ടി ഉണർത്തുന്നു. മീതെ ചരൽപ്പറമ്പിലെ മെടഞ്ഞിട്ട ഓലയിൽ തെയ്യത്തിൻ്റെ ഒരു കൂട്ടം അണിയറ ശില്പികൾ കിടന്നുറങ്ങുന്നു. ഉച്ചയ്ക്ക് തെയ്യമാടി തളർന്നവരാവാം. നാളെ കുട്ടിച്ചാത്തനോ ഭൈരവനോ ആടേണ്ടവരുമാവാം. വിയർപ്പിന് പോലും ചാരായത്തിൻ്റെ ഗന്ധം. 2-3 മണിക്കൂർ ആടാനും പാടാനുമുള്ള കരുത്തും ഒടുവിൽ തളർന്നു മറക്കാനുള്ള കരുത്തും പകരുന്നത് ചാരായത്തിൻ്റെ ചൂടാണ്. ഓല കൊണ്ട് പണിത അണിയറയിൽ രവിയോടൊപ്പം നിന്നു. ചുറ്റും ചായങ്ങൾ പൊളിച്ചിട്ട കുരുത്തോല, ഈർക്കിൽ, ചൂല്, തെച്ചിപ്പൂ, കരിഞ്ഞ പൂക്കൾ, ചായം പുരണ്ട പഴന്തുണികൾ. ഗിരിജ താൻ കണ്ട ധർമ്മദൈവത്തെയും ആ ദൈവത്തെ സൃഷ്ടിച്ച ഈ അണിയറയിലെ സാധനങ്ങളെയും ഓർത്തുകൊണ്ടിരിക്കെ ചിലങ്കകളുടെ താളമൊരുക്കി തളർന്ന തെയ്യം അണിയറയിലേക്ക് വന്നു. അണിയറ ഒഴിഞ്ഞുകിടന്നിരുന്നു. അയാൾ ഏതാനും കെട്ടുകൾ അഴിച്ചു. താങ്ങാനാവാത്ത കിരീടം താഴെ വലിച്ചിട്ടു. രവി അഴിച്ചുകൊടുത്ത കെട്ടിൽ നിന്ന് അയാൾ വലിയ മാർച്ചിട്ട വലിച്ചെടുത്തു. നെഞ്ചിലെ രോമങ്ങളിലൂടെ വിയർപ്പ് താഴോട്ടൊഴുകുന്നു. അയാളുടെ ശബ്ദം അലറി അലറി അമർന്നു പോയിരുന്നു. പെട്ടെന്ന് പുറത്ത് നേരിയ കാൽപ്പെരുമാറ്റം കേട്ടു. അയാൾ മുഖത്തെ ചായം കഴുകിക്കളയുകയായിരുന്നു. പകുതി ചായത്തോടെ അയാൾ മുഖം തിരിച്ചു. അജിത, രവിയുടെ ഒരേ ചേച്ചിയുടെ ഒരേ മകൾ. അവൾ പറഞ്ഞു, എന്തൊരു ലഹരിയായിരുന്നു അപ്പുക്കുട്ടനെ. അജിത എന്തേ അരികിൽ വരാഞ്ഞേ? ഞാൻ തിലകം തൊട്ടു തരുമായിരുന്നല്ലോ. ഗിരിജയുടെ മുഖം നോക്കി അയാൾ പറഞ്ഞു, ഈ മുഖത്തെ സൗമ്യതയിൽ നിന്ന് വന്ന അമ്പരപ്പാണ് എന്നെ തണുപ്പിച്ചത്. ഇല്ലെങ്കിൽ അപ്പുക്കുട്ടന് 1 വർഷം മുമ്പേ ഡോക്ടറേറ്റ്. എങ്കിൽ അജിതയ്ക്ക് അത്രയും വേഗം മോക്ഷം. അയാൾ വലിയൊരു കുപ്പി ചാരായമെടുത്ത് കുപ്പിയുടെ മുഖം ചുണ്ടിലൊതുക്കി. രവി എന്തെന്നില്ലാതെ അസ്വസ്ഥനായിരുന്നു. അവൻ പറഞ്ഞു, അജി, ദയവായി പോകൂ. അച്ഛനെങ്ങാൻ കണ്ടാൽ. ഇപ്പോൾ വേണ്ട. അജിത ദയനീയമായി രവിയെ നോക്കി. കൊച്ചമ്മാവ, പക്ഷേ. അജിത ഇപ്പോൾ പോവൂ, എനിക്ക് നോട്ടിരിക്കണം. ചാവടിയുടെ തെക്കും വടക്കും ഓരോ മുറിയാണ്. രവിയും കോളേജ് അധ്യാപകനുമായ പ്രകാശും ഉപയോഗിക്കുന്ന മുറി തുറന്ന് രവി പറഞ്ഞു, ചേച്ചി കിടന്നോളൂ. തളർച്ച താങ്ങാനാവാത്ത ഗിരിജ കിടന്നു. ഡോക്ടറും എഞ്ചിനീയറും ബാങ്ക് മാനേജരും മറ്റുമായ അജിതയുടെ അമ്മാവന്മാരെ നേരിടാൻ അജിതയ്ക്ക് അപ്പുക്കുട്ടൻ ഡോക്ടറേറ്റ് നേടണം. പക്ഷേ ഒരു മലയൻ ചെറിയച്ഛൻ പൊറുക്കുമോ? അതാവും രവി ഒരു ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞത്. പെട്ടെന്ന് ഗിരിജ മറ്റൊന്ന് ചിന്തിച്ചു. അപ്പോൾ ഒറ്റപ്പെടലിൻ്റെ നേരിയ വേദന അവളിൽ ഉണർന്നു. ഗിരിജ ചോദിച്ചു, നിഷ വന്നില്ലേ രവി? അവൾ വരില്ല ചേച്ചി. അവൾ ഉണരുമ്പോൾ ചെണ്ടകൊട്ടലിൻ്റെ ശക്തി ക്ഷയിച്ചിരുന്നു. നെറ്റിത്തടത്തിലെ വിയർപ്പ് മുഖത്തിലൂടെ തുടർച്ചയായി ഒഴുകി. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ വിഷ്ണുമൂർത്തിക്ക് കുരുത്തോല കീറുകയായിരുന്നു അയാൾ. അയാളുടെ കലങ്ങിയ കണ്ണുകൾ രവിയിലെന്ന പോലെ ഗിരിജയിലും ദുരന്ത ചിഹ്നമുണർത്തി. ഇവിടെയെല്ലാം ദുരന്തം മാത്രമാണ്. അപ്പുക്കുട്ടനിൽ അജിതയും നിഷയിൽ രവിയും ദുരന്തം തേടുന്നു.